സാർ, കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ച മുനമ്പം ജനതയുമായി ബന്ധപ്പെട്ടാണ്. മുനമ്പം ജനതയെ BJP ചതിച്ചു എന്നാണ് ഇടത് വലതു മുന്നണികൾ പറയുന്നത്. അതിൽ വാസ്തവമുണ്ടോ? നിയമം വഖഫ് നിയമം പാസ്സായി, ഭേദഗതി നിയമം പാസ്സായി. പാർലമെൻറ്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും അത് ചർച്ച ചെയ്ത് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചപ്പോൾ ബില്ല് പാസ്സായി. പക്ഷേ ഈ മുൻകാല പ്രാബല്യം പറയുന്നിടത്താണ് ചില പ്രശ്നങ്ങളുള്ളത്. അത് കോടതി വഴി ഇപ്പം റിജ്ജു നമ്മുടെ കേന്ദ്രമന്ത്രി ന്യൂനപക്ഷ കാര്യമന്ത്രി വന്ന് പറഞ്ഞത് കോടതിയിൽ കിടക്കുന്ന കേസായതുകൊണ്ട് കോടതി വഴിയേ അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ മുനമ്പംകാർ വിചാരിച്ചത് ഇത് നിയമമായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഇത് അങ്ങ് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ. സാധാരണ ആളുകളാണല്ലോ, അവരെ നമ്മൾ ഇതിൻ്റെ നിയമത്തിൻ്റെ നൂലാമാലകളും പിന്നെ ബില്ലിൻ്റെ കാര്യം അവർക്കതെന്ന് പറയാം. അവർ വളരെ സാധാരണക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറൊക്കെ 24 മണിക്കൂറിനകത്ത് സ്വന്തം സ്ഥലം അവർക്കുള്ളതാണെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് എഴിച്ച് പോകും. അല്ലാതെ അവർ വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. അവരെല്ലാം BJP ചേർന്നിട്ടുമില്ല. ഇപ്പോൾ 600 കുടുംബങ്ങളുണ്ടായിരുന്നു, 50 വീട്ടുകാരാണ് ചേർന്നത്. അവർ ഈ വലിയ ബഹളമൊക്കെ ഉണ്ടാകുമ്പോഴും 550 വീട്ടുകാരും ചേർന്നിട്ടില്ലല്ലോ. പിന്നെ ആരെങ്കിലുമൊക്കെ മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വോട്ടൊക്കെ കൊടുക്കുമായിരിക്കും. അതും ചിലപ്പോൾ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ വളരെ വലിയ നേതാക്കൾ ആരെങ്കിലും മത്സരിച്ച് ചിലപ്പോൾ കിട്ടണമെന്നില്ല BJPക്ക്. അതുകൊണ്ട് ഇത് പൊളിറ്റിക്കലായിട്ട് BJPക്ക് വലിയ ഗുണമൊന്നും ചെയ്യണമെന്നില്ല. പക്ഷേ BJP അതിന് നന്നായി ശ്രമിച്ചു. ക്രിസ്ത്യൻ വിഭാഗത്തിൽ അതുവഴി കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിലും ബിഷപ്പുമാരുടെ ഇടയിലുമൊക്കെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ലൈനിൽ ചിന്തിച്ചു. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ ഡ്രാബാക്കിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ സുപ്രീം കോടതി കൂടെ ഇതിനകത്ത് കയറി കൈവച്ചപ്പോൾ ഒരാഴ്ചത്തേക്ക് നടപ്പിലാക്കരുതെന്നൊക്കെ പറഞ്ഞ് വാദമൊക്കെ കേൾക്കാൻ നിൽക്കുമ്പോൾ ഇതിനകത്തൊരു തിരിച്ചടി വന്നിട്ടുണ്ട്. പക്ഷേ വേറൊരു ഗുണം വന്നിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന്. അതൊരു ഈ കളിച്ച് അളിയൻ ഗോളടിച്ചു എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇനി പറയുകയാണ് നടപ്പിലാക്കണ്ടെന്ന് പറഞ്ഞാൽ മോഡിക്ക് പറയാം, അല്ലെങ്കിൽ BJPക്ക് പറയാം, മുനമ്പംകാരോട് ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു, കോടതി പറഞ്ഞ് ചെയ്തില്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ ചില സാധ്യതകൾ. പക്ഷേ അത് അങ്ങനെ വരുമ്പോഴും ഇനി പാർലമെൻറ്റ് വെറുതെ ഇരിക്കത്തില്ല. പാർലമെൻറ്റിന് വേറെ അധികാരങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ പാർലമെൻറ്റ് ശ്രമിക്കും. അപ്പോൾ ഇതൊരു വളരെ വലിയൊരു നിയമ പോരാട്ടവും രാജ്യത്ത് വലിയ സംഘർഷവും ഇതിൻ്റെ പോരാട്ടം ഞാൻ CPM-ഉം കോൺഗ്രസും പറയുന്നതിൽ വാസ്തവമുണ്ടോ? ഈ BJPയുടെ ചതി എന്ന് പറഞ്ഞാൽ ഇത് പിറ്റേ ദിവസം തന്നെ നടക്കുമെന്ന് പറഞ്ഞത് നടന്നിട്ടില്ല. അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഒരു പ്രശ്നമുണ്ട് ശ്രീത്ത്. അതിനകത്തൊരു പ്രശ്നം, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിയമം ഉണ്ടാക്കിയെന്ന് വരിക, ഇതാരാ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? സ്റ്റേറ്റാണ്. ഏത് നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ലാൻഡ് ഓർഡറൊക്കെ ഇരിക്കുന്ന സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്. അല്ല ഇപ്പോൾ കേന്ദ്ര നിയമങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാരാണ്? സ്റ്റേറ്റാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മറ്റേ പൗരത്വം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല, നാഷണൽ ലെവലിലാണ് അത് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റും. സ്റ്റേറ്റിന് അധികാരമുള്ളൊരു കാര്യമാണ്, സ്റ്റേറ്റുമായി കേസ് നടക്കുന്ന കാര്യമാണ്. പിന്നെ ഇതിനിടയ്ക്ക് കമ്മീഷന് വെച്ചിരിക്കുന്നു. സ്റ്റേറ്റ് കമ്മീഷൻ തുടരാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞു രാമേന്ദ്രൻ നായർ കമ്മിറ്റി. പിന്നെ തുടരാമെന്ന് കോടതി പറഞ്ഞു. അതിപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനും ഉണ്ടല്ലോ. അപ്പോൾ കമ്മീഷനുണ്ട്, ഒരു വശത്ത് കേസുണ്ട്, സുപ്രീം കോടതിയിൽ കേസുണ്ട്, മുഹമ്മദ് അലി CPM-ൻ്റെ മുഹമ്മദ് അലി പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് അലി കൊണ്ട് കൊടുത്ത കേസുണ്ട്, അല്ലാതെ ലീഗ് കൊടുത്ത കേസുണ്ട്, ഒരുപാട് കേസ് സുപ്രീം കോടതിയിൽ മുന്നിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കിടക്കുന്നത് കൊണ്ട് ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് അവിടെ, മുനമ്പത്തുണ്ട്. അപ്പോൾ അത് ചതിച്ചോ എന്ന് ചോദിച്ചാൽ ഇത് സമ്പൂർണ്ണമായിട്ടില്ല. നിയമം വന്നു, വന്നു, ചട്ടങ്ങൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങും പ്രയോഗിച്ചില്ലല്ലോ. അപ്പോൾ പ്രയോഗിക്കാത്തത് കൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ മുനമ്പംകാർ വിചാരിച്ച അങ്ങനെയല്ല. ഇത് നിയമമായി കഴിഞ്ഞാൽ പിന്നെ പ്രസിഡൻസ് എളുപ്പമല്ല. മുതൽ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിക്ക് പരിഗണിക്കണമെങ്കിൽ ഈ വഖഫ് ഭേദഗതി ബിൽ വന്നാൽ മാത്രമേ പരിഹരിക്കുള്ളൂ എന്ന് പറഞ്ഞു. പരിഗണിക്കാൻ കഴിയൂ. അല്ലാത്ത രീതി അനുസരിച്ച് കോടതിക്ക് പോലും ഒരു റോളില്ല. എല്ലാ തീരുമാനങ്ങളും ആത്യന്തികമായി എടുക്കേണ്ടത് വഖഫ് ബോർഡാണ്. പക്ഷെ ഈ ഭേദഗതി വന്നപ്പോൾ കോടതിക്കും ഇടപെടാമെന്ന് പക്ഷേ അത് BJP നേരത്തെ തന്നെ ജനങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. ഇത് പഴയ രീതിയിൽ തന്നെ ഈ BJPയോട് കുറച്ച് ക്രൈസ്തവർ അടുക്കുന്നു എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു ഗിമ്മിക്ക് മാത്രമായല്ലേ നാം കാണേണ്ടതുള്ളൂ ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ? അതും അങ്ങനെയുണ്ട്. കാരണം എന്ന് പറഞ്ഞപ്പോൾ ബില്ല് പാസ്സായല്ലോ, വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കാലമൊക്കെ നീട്ടിക്കൊണ്ട് പോകാമായിരുന്നു BJP. അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, അവരത് പാസ്സാക്കിയല്ലോ. അപ്പോൾ പാസ്സാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് സദുദ്ദേശത്തിലല്ലേ അത് പാസ്സാക്കിയിരിക്കുന്നു. ആ നിലയിൽ കോൺഗ്രസും BJP-യും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കുറേ പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് ഈ പാസ്സാക്കുന്ന സമയം തന്നെ അവിടെ ചർച്ച LDF UDF ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് ജബൽപൂരിനെ കുറിച്ചാണ്, ജനങ്ങളെ കുറിച്ചല്ല. പിന്നീട് എമ്പുരാൻ സിംഹയെ ചർച്ച ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഏറ്റവും അവസാനമാണ് കിരൺ റിജ്ജുവുമായി ബന്ധപ്പെട്ട് BJP ചതിച്ചു എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഈ സമരത്തെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് സമരത്തെ അതാ പ്രധാനമെന്ന് പറഞ്ഞാൽ സമരം ഇല്ലാതായാലും അതിന്റെ ഗുണം കിട്ടുന്നവർക്കാണല്ലോ. മാത്രമല്ല ഇവിടെ മുനമ്പൻ സമൂഹത്തിന് കൂടെ നിൽക്കുന്നു എന്ന് പറയുകയും പാർലമെന്റിൽ ബില്ലിനെതിരെ സംസാരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ ഇരട്ടത്താപ്പൊക്കെ ഉണ്ട് അതിനകത്ത്. അവിടെ ഇവിടെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നു, അവിടെ പോയി മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ അല്ല, അവർക്ക് വേണ്ടി നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ലീഗ് പിണങ്ങുമെന്നുള്ളതായിരിക്കാം. പിന്നെ CPM അതിനകത്ത് കണ്ടതെന്ന് പറഞ്ഞാൽ ലീഗിലെ പോലെയുള്ള മുസ്ലിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്.
ഇതെല്ലാം ഇപ്പം മതവും വർഗീയതയും രാഷ്ട്രീയവും എല്ലാം കൂടി ഇങ്ങനെ കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്ന ഒരു പുതിയ വ്യവസ്ഥയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മുനമ്പത്തുകാർ പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ മുനമ്പത്തുകാർക്ക് കാര്യം നടന്നില്ല എന്നുള്ളിടത്താണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും റിജ്ജു പറയുന്നുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് പറയുന്നുണ്ട് പരിഹരിക്കും, ഈ നിയമം വെച്ച് തന്നെ പരിഹരിക്കും എന്ന് മുരളീധരനും പറഞ്ഞിട്ടുണ്ട്, വി മുരളീധരനും പറഞ്ഞിട്ടുണ്ട്. ഈ നിയമം വെച്ച് തന്നെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കും, കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിജ്ജു പറഞ്ഞിരിക്കുന്നതാണ് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തത്. കോടതി പോയിട്ടില്ല, കോടതി വഴി മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് റിജ്ജു അടിച്ചു. അതാണ് ഇതിനകത്ത് ഒരു കോംപ്ലിക്കേഷൻ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. കുറച്ചുകൂടി കാര്യം ചട്ടം വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സ്റ്റേറ്റിന് അതിനകത്ത് വലിയ റോളുണ്ട്, അത് എൻഫോഴ്സ് ചെയ്യുന്നതിൽ വലിയ റോളുണ്ട്. സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്യുമെന്ന് അറിയില്ല. ഇങ്ങനെ നിയമം വന്നെങ്കിൽ അത് ഉരുണ്ട് കളിക്കും. കാരണം അതിൻ്റെ ഗുണം BJP കിട്ടിയാലോ, ഈ നിയമത്തിൻ്റെ ഒരു ഗുണം BJP കിട്ടിയാൽ എന്ന് വിചാരിച്ച് സ്റ്റേറ്റ് അതിനകത്ത് ഉരുണ്ട് കളിക്കും. ഈ ഏറ്റവും വേഗത്തിൽ നടപടി എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ല. അതാ ഞാൻ കോടതി നടപടികൾ പൂർത്തീകരിച്ചാൽ അത് റവന്യൂ ഭൂമിയായി അംഗീകരിക്കുക. പ്രോസസ്സ് എല്ലാം നടക്കുന്ന ഇവിടെയല്ലേ പറ്റുള്ളൂ. അല്ല കേന്ദ്ര ഗവൺമെൻറ് കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ കംപ്ലീറ്റ് അല്ല, സ്റ്റേറ്റിൻ്റെ കഴിക്കുന്ന കാര്യമാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിഷേധങ്ങളുണ്ടാവാം, പ്രതിഷേധങ്ങളുണ്ടാവാമല്ലോ സ്വാഭാവികം ഇത് വരുമ്പോൾ. പിന്നെ റവന്യൂ ഭൂമിയാക്കി കൊടുക്കണം, കരം തീർത്ത് കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നത് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ട പർവ്യൂവിൽ വരുന്നതാണ്. അവർ പക്ഷേ BJP ആയിട്ട് എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് അത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. താളം ചവിട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇന്ന് ഈ ബിഷപ്പ്, അവിടുത്തെ ആർച്ച് ബിഷപ്പ് ആരെ കാണാൻ പോകുന്നു? മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്. എറണാകുളം വരാപ്പുഴ ആർച്ച് ബിഷപ്പ് മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ് ഈ വിഷയത്തിൽ തന്നെ. അപ്പോൾ ഇനി മുഖ്യമന്ത്രി എന്ത് നിലപാട് കൊടുക്കുമെന്ന് അറിയത്തില്ല. ഇനി BJP ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സഹായിക്കാം അങ്ങനെ പറയുമോ, അതോ അതറിയില്ല നമുക്ക് എന്താ സംഭവിക്കുന്നത്. പക്ഷേ എന്തായാലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പം നിൽക്കുന്നത്. BJPക്ക് എന്തെങ്കിലും കൃത്യമായി മുതലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ക്രൈസ്തവ മേഖല? അതൊക്കെ പറ്റിയിട്ടുണ്ട്, കുറേ കയറാൻ പറ്റിയിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ആളുകളെ മാത്രമല്ല, കുറേ മുസ്ലിംസൊക്കെ പോയിട്ടേ ഡൽഹിയിലൊക്കെ ചെന്ന് മോഡിയെ കണ്ട് കുറേ മുസ്ലിം സംഘടനകളൊക്കെ പോയി, സ്ത്രീകളൊക്കെ പോയിട്ട് മോഡിക്ക് മധുരം കൊടുക്കുകയും ഇത് നന്നായി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് വന്ന് അവിടെ പ്രകടനമൊക്കെ നടന്നല്ലോ. പാർലമെൻറ്റിന് മുമ്പിൽ വലിയ പ്രകടനം നടന്നു, ആഹ്ലാദ പ്രകടനം മുസ്ലിങ്ങളുടെ. അപ്പോൾ അങ്ങനെ ഒരു ചേരിതിരിവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യാനികളുടെ ഒരു ചിന്ത ആലഞ്ചേരി തമ്പുരാനല്ല തിരുമേനിയൊക്കെ പറഞ്ഞല്ലോ, നമ്മുടെ ലീഗ് അല്ല നമ്മുടെ BJP അത്ര വലിയ കുഴപ്പമുള്ള പാർട്ടിയൊന്നുമില്ല, അവർ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് BJPക്ക് കുറേ ഗുണം ചെയ്യും. കാരണം ഇപ്പോൾ 50 പേരെങ്കിൽ 50 പേര് ചേർന്നല്ലോ, 50 പേരായപ്പോൾ 250 വോട്ടായില്ലേ, 5 പേരെ വെച്ചാണ്, അല്ല 4 പേര് വെച്ചാൽ 200 വോട്ടായില്ലേ. അതുപോലെ പലരും ചേരാൻ സാധ്യതയുണ്ട്. BJPക്ക് ഒരു തുറന്ന് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇതും കൂടി ഒന്ന് ശരിയാക്കി കൊടുത്താൽ ഇത് നല്ല സാധ്യതയാണ് BJPക്ക്. ഈ ആളുകളുടെ പ്രശ്നം സമ്പൂർണ്ണമായി പരിഹരിച്ചാൽ. പക്ഷെ സമ്പൂർണ്ണമായി പരിഹരിക്കുമോ എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ചട്ടം വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പിന്നെ കോടതി പിന്നെ മാത്രമല്ല ഒരാഴ്ച കൊണ്ട് കോടതി ഒരാഴ്ചത്തേക്ക് സമയം ചോദിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ വിവരങ്ങൾ കൊടുക്കാൻ ഒരാഴ്ചയാണ് സമയം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ആഴ്ച വളരെ ക്രൂഷ്യലാണ്. നമ്മൾ വഖഫ് നിയമത്തെ സംബന്ധിച്ച് എന്ത് സംഭവിക്കുമെന്നുള്ളത് നെക്സ്റ്റ് വീക്കിലോടുകൂടി നമുക്ക് വളരെ കൃത്യമായി അറിയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.